അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ ഇനി നടക്കാൻ പോകുന്ന സെക്കൻഡ് ടൈം എക്സാമിൻ്റെ 5ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നഖ്റ ഉൽ ഫിഖറ വനുജീബു അനിൽ അസ്ഇല. താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് അതിന് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ. നഖ്റ ഉൽ ഫിഖറ, ഫിഖറ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എന്നാണ്. ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ടീച്ചർ വായിക്കുന്നത് ശ്രദ്ധിക്കൂ. മല ഇഹ്സാൻ അൽ ഹഖായിബ ബിത്തുറാബി വൽ അസ്മിദത്തി ത്വബീഇയ്യ എന്താണ് പറയുന്നത്? മല ഇഹ്സാൻ, ഇഹ്സാൻ നിറച്ചു. അൽ ഹഖായിബ, ഹഖായിബ് ബാഗുകളാണ് അല്ലേ, ഗ്രോ ബാഗുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബിത്തുറാബി മണ്ണ് കൊണ്ടും, വൽ അസ്മിദത്തി ത്വബീഇയ്യ ജൈവവളങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ മണ്ണ് കൊണ്ടും, അഥവാ ബാഗിൽ മണ്ണും അതുപോലെ വളവും നിറച്ചു എന്നാണ്. വബദറൽ ബുലൂറ, എന്നിട്ട് വിത്തുകൾ വിതറി അല്ലേ, വിത്തുകൾ വിതറി. വറസുഷത്തലാത്ത്, അതുപോലെ തന്നെ തൈകൾ നട്ടുപിടിപ്പിച്ചു. വബദ യസ്കി കുല്ലയോമിൻ സ്വബാഹൻ വമസാഅൻ, അങ്ങനെ വബദ യസ്കി അവൻ നനക്കുവാൻ തുടങ്ങി. കുല്ലയോമിൻ എല്ലാ ദിവസവും, സ്വബാഹൻ വമസാഅൻ രാവിലെയും വൈകുന്നേരവും ആ ഒരു തൈയും അതുപോലെ തന്നെ ആ ഒരു വിത്തുകളുമൊക്കെ നനക്കുവാൻ തുടങ്ങി എന്നാണ്. അങ്ങനെ നബത്തത്തിൽ ബുദൂറു വനമത്തിഷത്തിലാത്ത്, നബത്തത്തിൽ ബുദൂറു ആ വിത്തുകളൊക്കെ മുളച്ചു. വനമത്തിഷത്തിലാത്തു തൈകളൊക്കെ വളരുകയും ചെയ്തു. യോമൻ ബാദ യോമിൻ ഓരോ ദിവസം കഴിയും തോറും വിത്തുകളൊക്കെ മുളക്കുവാനും തൈകളൊക്കെ വളരുവാനും തുടങ്ങി എന്നാണ്. അങ്ങനെ വ അസ്മറജ് അവയിലെ ഫലങ്ങളുണ്ടായി. ഹത്ത ഹസ്വദൽ അദ്സ, ഇതുവരെ ഹത്ത ഹസ്വദ, ഹസ്വദ എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക എന്നാണ് കേട്ടോ, വിളവെടുക്കുക. അല്ല അദ്സ എന്താണ്? അദ്സ് എന്ന് പറഞ്ഞാൽ പയർ അല്ലേ, പയർ അവൻ പറിച്ചെടുത്തു. വത്തൊമാറ്റിം അതുപോലെ തന്നെ തക്കാളി. വൽ ബാദിൻജാൻ, ബാദിൻജാന് വഴുതന. വൽ ഭാമിയ വെണ്ടയ്ക്ക അല്ലെ, വെണ്ടയും അവൻ പറിച്ചെടുത്തു എന്നാണ്. അങ്ങനെ ഫംതല ഖൽബുഹു അവൻ്റെ മനസ്സ് നിറഞ്ഞു. ബിൽ ഫറഹി വസ്സുറൂർ സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും അവൻ്റെ മനസ്സ് നിറഞ്ഞു. വഫി യൗമുൽ മുസാരിഈൻ അങ്ങനെ കർഷക ദിനത്തിൽ അല്ലെ, യൗമുൽ മുസാരിഈൻ കർഷക ദിനത്തിൽ അഅദ്ദ ഇഹ്സാൻ, ഇഹ്സാൻ തയ്യാറാക്കി. മഅദബത്തൻ ഒരു വിരുന്ന് തയ്യാറാക്കി. ഫാഖിറത്തൻ ഒരു വലിയ വിരുന്ന് തന്നെ തയ്യാറാക്കി. ഫി ബൈത്തിഹി അവൻ്റെ വീട്ടിൽ. വദഅ സുമലാഉഹു ഇലൈഹ അവൻ്റെ കൂട്ടുകാരെയെല്ലാം അതിലേക്ക് അവൻ ക്ഷണിച്ചു. തനാവലുൽ വജ്ബത അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു. ഫരിഹീൻ സന്തോഷവാന്മാരായിക്കൊണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. വഅഅതാഹും കീസം മിനൽ ഖുദാരി വൽ ഫവാക്കിഹി ഹദിയത്തൻ അങ്ങനെ വഅഅതാഹും അതായത് ഇഹ്സാൻ അവർക്ക് നൽകി. കീസം മിനൽ ഖുദാരി പച്ചക്കറികളുടെ ഒരു കീസ് അല്ലെ, വൽ ഫവാക്കിഹി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഓരോ കീസുകൾ അവർക്ക് നൽകി. ഹദിയത്തൻ സമ്മാനമായിക്കൊണ്ട് എന്നാണ്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് കേട്ടോ. ഇനി അതിന് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കൂ. മാദാ ഒറസ് ഇഹ്സാൻ ഫിൽ ഹദീഖ എന്താണ് ഇഹ്സാൻ തോട്ടത്തിൽ, അവൻ്റെ തോട്ടത്തിൽ എന്താണ് നട്ടുപിടിപ്പിച്ചത് എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ. അൽ അഷ്ജാർ മരങ്ങൾ. അഷത്തിലാത്ത് വൽ ബുലൂറും വിത്തുകളും തൈകളും. അൽ ആഷാബ്, ആഷാബ് എന്ന് പറഞ്ഞ പുല്ലുകൾ. അസ്സുഹൂർ പൂക്കൾ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? അഷത്തിലാത്തു വൽ ബുലൂർ എന്നാണ് അല്ലേ, വിത്തുകളും തൈകളുമാണ് ഇഹ്സാൻ നട്ടുപിടിപ്പിച്ചത് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മാദാ ഫഅല ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് ചെയ്തത്? ബി മുനാസിബത്തി യൗമുൽ മുസാരിഈൻ കർഷക ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇഹ്സാൻ ചെയ്തത് എന്നാണ്. വഹബ ഫീ റിഹ്ല അവനൊരു യാത്ര പോയി. അഖാമ മഅദബത്തൻ ഫാഖിറ ഫീ ബൈത്തിഹി അവൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് സംഘടിപ്പിച്ചു. ബാഅ മഹ്സൂലഹു ഫിസ്സൂഖി അവന് ലഭിച്ച വിളകളൊക്കെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു, മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു എന്നാണ്. ലം യഫ്അൽ ഷൈഅൻ ഒന്നും തന്നെ ചെയ്തില്ല. ഇതാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്? അഖാമ മഅദബത്തൻ ഫാഖിറ ഫീ ബൈത്തിഹി എന്നാണ് അല്ലേ.
മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മാതാ ഖദിമ ഇഹ്സാൻ ലിസുമലാഇഹി ബാദൽ മഅദബ. ആ ഒരു വിരുന്ന് കഴിഞ്ഞു പോകുന്ന സമയത്ത് എന്താണ് ഇഹ്സാൻ തൻ്റെ കൂട്ടുകാർക്ക് നൽകിയത് എന്നാണ്. കിതാബൻ അനിസിറാ, കൃഷിയെക്കുറിച്ചുള്ളൊരു പുസ്തകം. കീസം മിനൽ ഖുലാരി വൽ ഫവാക്കിഹി, പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയൊരു കീസ്. ബുദൂറൻ ജദീദ, പുതിയ വിത്തുകൾ. ഷത്തിലാത്തിൻ സ്വഗീറ, ചെറിയ തൈകൾ എന്നാണ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്? കീസം മിനൽ ഖുലാരി വൽ ഫവാക്കിഹി എന്നാണ് അല്ലേ. അതിൽ നാലാമത്തെ ചോദ്യം നോക്കൂ. മാ ഹുവ ഷാദു ഫിൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് കൂട്ടത്തിൽ പെടാത്തതാണ്. അത് ഏതാണെന്ന് കണ്ടെത്താണ് വേണ്ടത്. തൊമാത്തിം അല്ലെ തക്കാളി, അൽ ഇനബ് മുന്തിരി, അൽ ബാമിയ വെണ്ട, അൽ ബാദിഞ്ചാൻ വഴുതന. നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഏതാണ്? അൽ ഇനബ് അല്ലെ മുന്തിരിയാണ്. ബാക്കിയുള്ളവയെല്ലാം എന്താണ്? പച്ചക്കറികളാണ്. ഇനബ് എന്ന് പറയുന്നത് ഫാക്കിഹത്താണ്. അഞ്ചാമത്തെ നോക്കൂ. ഹഖീബത്തുൻ ജംഉഹു, ഹഖീബത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ്. എന്താണ്? ഹഖീബത്തുൻ ജംഉഹു ഹഖായിബ് എന്നാണ് കേട്ടോ. ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഗ് അല്ലേ. അതിന് ജം എന്താണ്? ഹഖായിബ്. കുറേ ബാഗുകൾക്ക് നമ്മൾ എന്താണ് പറയേണ്ടത്? ഹഖായിബ് എന്നാണ് പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നഖ്റഉ സീറ അദ്ദാത്തിയ വനുഇദുൽ ബയാനാത്തി ഷഖ്സിയ. നഖ്റഉ സീറ അദ്ദാത്തിയ, താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു ജീവചരിത്രം ബയോഗ്രഫി വായിക്കാനാണ്. വനുഇദു, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം അൽ ബയാനാത്തി ഷഖ്സിയ, ബയോഡാറ്റ തയ്യാറാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കത് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. കാന മുഹമ്മദ് അബ്ദുറഹ്മാൻ സഈമൻ മഷ്ഹൂറൻ. അബ്ദുറഹ്മാൻ അല്ലേ, മുഹമ്മദ് അബ്ദുറഹ്മാൻ ആരായിരുന്നു? സഈമൻ മഷ്ഹൂറൻ, ഒരു പ്രസിദ്ധനായിട്ടുള്ള നേതാവായിരുന്നു. ലുഖിബ, അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടത് ബി സ്വാഹിബ്. അസ്വാഹിബ് എന്നാണ് അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടത്. ഒലിദ, അദ്ദേഹം ജനിച്ചത് ഫി ഖറയത്തി കൊടുങ്ങല്ലൂർ, കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സെന അൽഫുൻ വസമാനിയമിഅ വസമാനും വത്തിസ്ഈന മീലാദിയ, 1898 കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വാലിദുഹു അബ്ദുറഹ്മാൻ ഫാരൂഖാബാദാജ് എന്നാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഉപ്പ ആരായിരുന്നു? അബ്ദുറഹ്മാൻ ആയിരുന്നു. വാലിദത്തുഹു കുഞ്ഞാച്ചുമ്മ, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരെന്തായിരുന്നു? കുഞ്ഞാശുമ്മ എന്നായിരുന്നു കേട്ടോ. വഖഫ ഹയാത്തുഹു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു, അത് നിലകൊണ്ടു എന്നാണ്. അലാ ഖിദ്മത്തുൽ വതൻ, ദേശത്തെ സേവിക്കുന്നതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിലകൊണ്ടു എന്നാണ് കേട്ടോ. അങ്ങനെ ഇഖ്താറ മദീനത്ത് കാലിക്കോട്ട്, കോഴിക്കോട് പട്ടണത്തെ അദ്ദേഹം തിരഞ്ഞെടുത്തു. മർക്കസല്ലി അമാലിഹി അസിയാസിയ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിക്കൊണ്ട്, അതിൻ്റെ സെൻറ്റർ ആയിക്കൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് കോഴിക്കോടിനെ ആയിരുന്നു. അസ്ദറ മിൻഹ ജരീദത അൽ അമീൻ, അവിടെ വെച്ചാണ് അദ്ദേഹം അൽ അമീൻ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. തൂഫിയ ബി കാലിക്കോത്ത് സെന 1945 മീലാദിയ, 1945 കോഴിക്കോട് വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. താഴെ നോക്കൂ. അൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം ഫുൾ നെയിം എന്താണ് എന്നാണ്. എന്തായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കവിടെ എന്തെഴുതാം? മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നെഴുതാം. ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു? അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. പിന്നെ ഇസ്മുൽ വാലിദ, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരെന്തായിരുന്നു എന്നായിരുന്നു. എന്താണ്? കുഞ്ഞാശുമ്മ അല്ലേ, കുഞ്ഞാശുമ്മ എന്നാണ് ഉമ്മയുടെ പേര്. അപ്പോൾ ഇസ്മുൽ വാലിദ എന്നുള്ളിടത്ത് നമുക്ക് എന്തെഴുതാം? കുഞ്ഞാശുമ്മ എന്നെഴുതാം. അടുത്തതായിട്ട് എന്താണ് ചോദിക്കുന്നത്? ആമുൽ മീലാദാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ജനന വർഷം ഏതാണ് എന്നാണ്. ഏത് വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചത്? 1898 അദ്ദേഹം ജനിച്ചത്. അപ്പം നിങ്ങളവിടെ 1898 എന്നെഴുതുക. അടുത്ത് നോക്കൂ. മക്കാനുൽ മീലാദാണ്, അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. ആമ എന്ന് പറഞ്ഞ വർഷം, മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എവിടെയാണ് ജനിച്ചത് എന്നാണ് കേട്ടോ. എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂർ. അപ്പം കൊടുങ്ങല്ലൂർ എന്നെഴുതാം കേട്ടോ. പിന്നെ അൽ ലഖബ്, അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നതായ സ്ഥാനപ്പേരെന്തായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അസ്വാഹിബ് എന്നാണ്. എന്താണ്? അസ്വാഹിബ് അല്ലേ. ആമുൽ വഫാത്ത്, അദ്ദേഹം മരണപ്പെട്ട വർഷമാണ് ചോദിക്കുന്നത്.
1945 അദ്ദേഹം മരണപ്പെടുന്നത് അല്ലേ. മക്കാനുൽ വഫാത്ത് അദ്ദേഹം മരണപ്പെട്ട സ്ഥലം, വഫാത്ത് എന്ന് പറഞ്ഞ മരണമാണ് കേട്ടോ. മക്കാനുൽ വഫാത്ത് മരണപ്പെട്ട സ്ഥലം എവിടെയായിരുന്നു? കാലിക്കോത്ത് എന്നാണ്. കോഴിക്കോട് വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ കാലിക്കോത്ത് എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ചിലപ്പം ഇദ്ദേഹത്തിൻ്റെ ആവണമെന്നില്ല, ഇതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ തന്നിട്ടായിരിക്കും ബയോഡാറ്റ എഴുതാൻ വേണ്ടി പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഉക്തുബ് അൽ ബയാൻ കമാ ഫിൽ മിസാൽ. ഉക്തുബ് അൽ ബയാൻ നിങ്ങളെ വിവരണം തയ്യാറാക്കുവാനാണ്, വിവരണം എഴുതുവാനാണ്. കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ് ഇത് അല്ലേ. അവിടെ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കൂ. ഇതെന്താണ്? മൗസാണ്, പഴത്തെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് മൗസ് പറയുന്നത്? അന അസ്ഫർ, ഞാൻ ആരാണ്? മഞ്ഞ നിറത്തിലാണ്, എൻ്റെ നിറം മഞ്ഞയാണ്. ജിസ്മി തൊവീലുൻ, എൻ്റെ ശരീരം നീളമുള്ളതാണ്. അന ഒനിയും ബിൽ ഫിറ്റാമിനാത്ത്, ഞാൻ എന്താണ്? വിറ്റാമിനുകളാൽ സമ്പുഷ്ടമാണ് അല്ലേ. വൈറ്റമിൻ റിച്ച് ആണ് ഞാൻ എന്നാണ് പറയുന്നത്. യുഹിബ്ബുന്നാസു ദായിമൻ, യുഹിബ്ബുനി എന്നെ ഇഷ്ടപ്പെടുന്നു. അന്നാസു ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ദായിമൻ എപ്പോഴും. അനമിനൽ ഫവാക്കിഹി, ഞാൻ പഴങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ ഇതാണ് മൗസിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളതായ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വിവരണം തയ്യാറാക്കുകയാണ് വേണ്ടത്. താഴെ കൊടുത്തിട്ടുള്ള പച്ചക്കറികളോ പഴങ്ങളോ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അവയുടെ വിവരണമാണ് തയ്യാറാക്കേണ്ടത്. ഇനി താഴെ കൊടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? വഴുതനയാണ് അല്ലേ. ബ്രിഞ്ചാലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അറബിയിൽ പറയുന്നത്? ബാലിഞ്ചാൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അന അഹ്ലർ, ഞാൻ പച്ച നിറത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ നിറം പച്ചയാണ്. ജിസ്മി തൊവീലുൻ, എൻ്റെ ശരീരം നീളമുള്ളതാണ്. ജിസ്മി തൊവീലുൻ, എൻ്റെ ശരീരം നീളമുള്ളതാണ്. പഴത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്ക് എഴുതാട്ടോ. അന അനിയും ബിൽ ഫിറ്റാമിനാത്, ഞാൻ വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ്. പഴത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ യുഹിബ്ബുനിന്നാസു ജമിയാൻ, എല്ലാ ആളുകൾക്കും എന്നെ ഇഷ്ടമാണ്. അനമിനൽ ഖലറവാത്തി, ഞാൻ പച്ചക്കറികളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. അങ്ങനെ എഴുതാം. അടുത്ത ചിത്രത്തിൽ എന്താണുള്ളത്? പപ്പായയാണ് അല്ലേ. എന്താണ് പപ്പായയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക? അന അസ്ഫർ അല്ലേ, ഞാൻ മഞ്ഞ നിറത്തിലാണ്. ജിസ്മി ദാഇരിയുൻ, എൻ്റെ ശരീരം ദാഇരി എന്ന് പറഞ്ഞ റൗണ്ട് ഷേപ്പ്, എൻ്റെ ശരീരം ഉരുണ്ടതാണ് അല്ലേ, റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അന അനിയത്തും ബിൽ ഫിറ്റാമിനാത്ത്, ഞാൻ വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ്. യുഹിബ്ബുനിന്നാസു ജമിയാൻ, എല്ലാ ആളുകളും എന്നെ ഇഷ്ടപ്പെടുന്നു. അനമിനൽ ഫവാക്കിഹി, ഞാൻ പഴങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് പച്ചക്കറികളെ കുറിച്ചാണോ അല്ലെങ്കിൽ പഴങ്ങളെ കുറിച്ചാണ് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ രൂപത്തിൽ എഴുതാം. പിന്നെ അതിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ ദാഇരിയാണോ അല്ലെങ്കിൽ ഇനി നീളമുള്ളതാണെങ്കിൽ തൊവീലാണ് എന്ന് പറയാം, നീളം കുറഞ്ഞതാണെങ്കിൽ കസ്വീറാണ് എന്ന് പറയാം, മെലിഞ്ഞതാണെങ്കിൽ നെഹീഫ് എന്ന് പറയാം കേട്ടോ. ആ രൂപത്തിലൊക്കെ നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി. ബാക്കിയെല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ള അതേ പദങ്ങൾ, അതേ സെൻറ്റൻസുകൾ തന്നെ നിങ്ങൾക്ക് വെച്ച് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. നക്കുമിനൽ മല്ലൂമ ബിസ്തിഖ്ദാമിൽ കെലിമാത്തി മിനൽ മുറബ്ബഇ. നക്കുമിനൽ മല്ലൂം, അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കവിതയുണ്ടല്ലോ, അത് നമുക്ക് പൂർത്തിയാക്കാം. ബിസ്തിഖ്ദാമി, ഉപയോഗിച്ചുകൊണ്ട്, അൽ കെലിമാത്തി മിനൽ മുറബ്ബഇ, ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു കവിത പൂർത്തിയാക്കുവാനാണ്. മനസ്സിലായല്ലോ? നോക്കൂ. ഇഹ്ലർ ഇഹ്ലർ യാ ഹില്ലി, ഇഹ്ലർ ഇഹ്ലർ യാ ഹിബ്ബി. എന്താണ് പറയുന്നത്? ഇഹ്ലർ ഇഹ്ലർ, എന്താണ്? നീ സൂക്ഷിക്ക്, നീ സൂക്ഷിക്ക്. യാ ഹില്ലി, അല്ലയോ എൻ്റെ കൂട്ടുകാരാ, നീ സൂക്ഷിക്ക്. ഇഹ്ലർ ഇഹ്ലർ യാ ഹിബ്ബി, അല്ലയോ പ്രിയപ്പെട്ടവരെ, നീ സൂക്ഷിക്കുക എന്നാണ്. ഇന്നൽ കദിബ, തീർച്ചയായിട്ടും കളവ് എന്ന് പറയുന്നത് നമുക്കവിടെ എന്തെഴുതാം? അക്ബറു ദംബിൻ അല്ലെ, എന്താണ്? വലിയൊരു തെറ്റാകുന്നു. അക്ബറു ദംബിൻ, ഏറ്റവും വലിയ തെറ്റാകുന്നു എന്നാണ്. ഇന്നൽ കദിബ, തീർച്ചയായും കളവ് എന്ന് പറയുന്നത് അഅ്ലമു ഇസ്മിൻ, ഏറ്റവും വലിയ പാപമാവുന്നു എന്നാണ് കേട്ടോ. അഅ്ലമു ഇസ്മിൻ, ഏറ്റവും വലിയ പാപമാകുന്നു. ഇനി ഇഹ്ലർ ഇഹ്ലർ യാ അസ്ഹാബി, അല്ലയോ കൂട്ടുകാരെ അല്ലെ, നിങ്ങൾ സൂക്ഷിക്കണം. ഇഹ്ലർ ഇഹ്ലർ യാ അബ്റാറി,
പുണ്യം ചെയ്യുന്നവരെ അല്ലെങ്കിൽ സത്യസന്ധവന്മാരെ എന്നാണ് കേട്ടോ. ഇന്നൽ കദിബ തീർച്ചയായും കളവ് എന്ന് പറയുന്നത് അഫുലഹു അമലിൻ ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തിയാകുന്നു. ഇന്നൽ കദിബ തീർച്ചയായും കളവ് എന്ന് പറയുന്നത് അഫ്ഹമു വിസിരിൻ ഏറ്റവും വലിയ ഭാരമാകുന്നു എന്നാണ്. വിസർ എന്ന് പറഞ്ഞ പ്രയാസം, ഭാരം എന്നൊക്കെയാണ് അർത്ഥം. ഇനി അടുത്ത വരിയായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇഹ്ലർ ഇഹ്ലർ യാ അഹ്ബാബി അല്ലേ, അല്ലയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇഹ്ലർ ഇഹ്ലർ യാ അഹിയാരി അല്ലയോ നന്മ ചെയ്യുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നൽ കദിബ തീർച്ചയായും കളവ് എന്ന് പറയുന്നത് അക്ബഹു ഫിഅലിൻ ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തിയാകുന്നു. ഇന്നൽ കദിബ അൽഹമു ജുറുമിൻ അതാണ് ഈ അവിടെയുള്ള ബാക്കിയുള്ള പദം അല്ലേ. ഇന്നൽ കദിബ അൽഹമു ജുറുമിൻ തീർച്ചയായും കളവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാകുന്നു എന്നാണ്. ജുറുമ് എന്ന് പറഞ്ഞാൽ തെറ്റ്, കുറ്റം എന്നാണ് കേട്ടോ. ഏറ്റവും വലിയ തെറ്റാകുന്നു കളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ആ ഒരു കവിത പൂർത്തിയാക്കേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. അക്കിമിൽ ബിൽ മുനാസിബ് യോജിച്ച പദങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് അഥവാ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് വെച്ച് കൊടുത്തുകൊണ്ട് ആ ഒരു സെൻറ്റൻസിനെ പൂർത്തിയാക്കാനാണ്. സലാസത്തു ഡേഷ് വലദിൻ ഔലാദിൻ 3 കുട്ടികൾ എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോൾ 3 കുട്ടികൾ എന്ന് പറയുമ്പം കുട്ടികൾ എന്ന് പറയാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഔലാദ് എന്നാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ സലാസത്തു ഔലാദിൻ എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ ഒന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വലത് എന്ന് പറയാം. ഇവിടെ 3 എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ജം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? സലാസത്തു ഔലാദിൻ. അടുത്ത് നോക്കൂ. ഡേഷ് ഫറാഷാത്തിൻ പൂമ്പാറ്റകൾ അല്ലെ. തിസ്ഒ തിസ്അത്തു 9 പൂമ്പാറ്റകൾ എന്നാണ് പറയേണ്ടത്. എങ്ങനെയാണ് ഉത്തരം വരിക? തിസ്ഉ ഫറാഷാത്തിൻ എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടീച്ചർ നിങ്ങൾക്ക് എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതത് മാദൂദ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് പറഞ്ഞ സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മുതൽ 10 വരെ അല്ലെ എണ്ണപ്പെടുന്ന വസ്തു മുദക്കറാണ് എങ്കിൽ എണ്ണം മുഅന്നസ് ആയിരിക്കും, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആണ് എങ്കിൽ എണ്ണം എന്തായിരിക്കും? മുദക്കറായിട്ട് പുല്ലിംഗമായിട്ടായിരിക്കും നമ്മൾ പറയുക എന്നാണ്. ഈ ടീച്ചർ ആ ഒരു പാഠഭാഗം എടുത്ത സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് തിസ്ഉ ഫറാഷാത്തിൻ എന്നാണ് കേട്ടോ. ഫറാഷാത്ത് മുഅന്നസ് ആണ്. അപ്പോൾ എണ്ണം എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. അപ്പോൾ തിസ്ഉ എന്നാണ് പറയേണ്ടത്. അടുത്ത് നോക്കൂ. അവിടെ വിട്ട ഭാഗം അഥവാ അവിടെ ഒരു എണ്ണം വിട്ടു പോയിട്ടുണ്ട്. അത് നമ്മൾ ഏതാണ് എന്ന് പറയാനാണ്. സലാസത്തു അഷറ ഡേഷ് ഹംസത്തു അഷറ ഡേഷ് അതിൻ്റെ ഇടയിൽ വരുന്ന എണ്ണങ്ങൾ ഏതൊക്കെയാണ്? സലാസത്തു അഷറ 13, പിന്നീട് ഏതായിരിക്കും? അർബാത്തു അഷറ അല്ലേ. പിന്നെ ഹംസത്തു അഷറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതായിരിക്കും? സിത്തത്തു അഷറയാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത്. ഡേഷ് അൽ അബു ലഹബ അതുപോലെ തന്നെ അൽ ഉമ്മു എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ലഹബൽ അബു അല്ലെ, ഉപ്പ പോയി എന്നാണ്. അൽ ഉംറു ഹാദിഹിൽ കിലിമ അതായത് അൽ ഉംറ എന്ന് പറയുന്ന ഒരു പദം, ഈ ഒരു പദം ഏതാണ്? ഷംസിയാണോ ഖമരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? അൽ ഖമരിയാണിത് കേട്ടോ. നമ്മൾ അലിഫ്ലാം ചേർത്തിട്ട് വായിക്കുന്ന സമയത്ത് അത് ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ഖമരിയ എന്ന് പറയുന്നത്. ഉച്ചരിക്കാത്തതാണ് എങ്കിൽ ഷംസിയ എന്ന് പറയും. ഏതുപോലെ അഷംസു അതുപോലെ തന്നെ അൽ ഖമറു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ അൽ ഉമറു എന്ന് പറയുന്ന സമയത്ത് അലിഫ്ലാം ഉച്ചരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേതായിരിക്കും? ഖമരിയ ആയിരിക്കും. പിന്നെ ഡേഷ് ജം ഹുക്കൂലിൻ എന്നാണ്. ഒരു പദത്തിൻ്റെ ജം ആണ് ഹുക്കൂൽ എന്ന് പറയുന്നത്, വയലുകൾ എന്നാണ്. അപ്പോൾ വയൽ എന്നതിന് എന്താണ് പറയുക? ഹഖലുൻ ജം ആണ് ഹുക്കൂൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഹഖലിൻ എന്ന് എഴുതാം. അടുത്ത ചോദ്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. നെഖ്താറു സുജൂറുൽ മുവാഫിഖാലിൽ ജുമലി താലിയ. നെഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം. അസുജൂറുൽ മുവാഖിഫ യോജിച്ച വരികൾ തിരഞ്ഞെടുക്കാം എന്നാണ്. ഇൽ ജുമലി താലിയ താഴെ കൊടുത്തിട്ടുള്ളതായ സെൻറ്റൻസുകൾക്ക് യോജിച്ച വരികൾ. അപ്പോൾ അവിടെ താഴെയായിട്ട് കേട്ടോ അടുത്തതായിട്ട് ടീച്ചർ കൊടുക്കാം. അവിടെ ഒരു പദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ കൊടുത്തിട്ടുള്ള ആശയങ്ങളോട് യോജിച്ച് വരുന്ന വരികൾ ഏതാണ് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കാനാണ്. നോക്കൂ. അസ്തിഖാഇ തആലൗ
നസ്റഉ വനസ്ഖി ഹുഖൂലന. അസ്തിഖാഇ എൻ്റെ കൂട്ടുകാരെ, തആലൗ നിങ്ങൾ വരൂ, നസ്റഉ നമുക്ക് കൃഷി ചെയ്യാം, വനസ്ഖി ഹുഖൂലന നമ്മുടെ വയലുകൾ നനയ്ക്കുകയും ചെയ്യാമെന്നാണ്. രണ്ടാമത് നോക്കൂ, ഹയാറ്റുന നമ്മുടെ ജീവിതം, തഹ്ലു വതതീബു ബിസ്സിദ്ഖി വൽ അമാന വിശ്വസ്തത കൊണ്ടും സത്യസന്ധത കൊണ്ടും നമ്മുടെ ജീവിതം നല്ലതും അതുപോലെ തന്നെ മാധുര്യമുള്ളതുമായി തീരുന്നു. മൂന്നാമത്തെ നോക്കൂ, യറ അല്ലാഹു ഖൂലന ബിമിയാഇൻ നഹർ. യറ അല്ലാഹു ഖൂലന അല്ലാഹു നമ്മുടെ വയലുകളെ സംരക്ഷിക്കുന്നു, ബിമിയാഇൻ നഹർ നദികളിലെ വെള്ളം കൊണ്ട്. ഖൗലു സിദ്ഖി ഖസ്ലത്തുൻ മിനൽ ഖസാഇലിൽ ജമീല സത്യം പറയുക എന്നുള്ളത് ഒരു ഭംഗിയുള്ള സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നല്ല സ്വഭാവമാകുന്നു എന്നാണ്. അസ്സിറാഅത്തു സിർറു ഹയാത്തിന വ അസ്ലു ഫറഹിന കൃഷി എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും നമ്മുടെ സന്തോഷത്തിൻ്റെ അടിത്തറയും എന്നാണ്. അപ്പോൾ ഈ ആശയങ്ങളോട് യോജിച്ച് വരുന്ന വരിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കവിതയാണ്. ഒരു കവിതയുടെ അർത്ഥം നോക്കൂ, അസ്സിദ്ഖു ഫിൽ കലാം സംസാരത്തിലുള്ള സത്യസന്ധത, മിൻ അഹ്സനിൽ ഖിസ്വാൽ നമ്മുടെ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നല്ലൊരു സ്വഭാവമാകുന്നു എന്നാണ്. വന്നഹ്റു ഫാലു ബി അർളിന വന്നഹ്റു നദി ഫാലു ബി അർളിന നമ്മുടെ ഭൂമിയിലൂടെ ഒഴുകുന്നു. അല്ലാഹു യർആ വതനന അതിലൂടെ അല്ലാഹു നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നു. ബിഹിൽ ഹയാത്തു തഹ്ലു അതിലൂടെ നമ്മുടെ ജീവിതം മധുരമുള്ളതായിത്തീർന്നു. വതസ്അദു ബിഹാൽ അതുപോലെ തന്നെ സന്തോഷമുള്ള അവസ്ഥയുമായി തീർന്നു എന്നാണ്. ഫരീഫു സിർറു ഹയാത്തിന അപ്പോൾ റീഫ് ഗ്രാമപ്രദേശങ്ങളാണ് നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അഥവാ കൃഷിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരു പച്ചപ്പ്. ഫരീഫു അസ്ലുഹനാഇന നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൃഷിയാണ് എന്നാണ്. യാ സ്വാഹിബി ഹയ്യാ ബിന നുർവി വ നസ്റഉ അർലന അല്ലയോ കൂട്ടുകാര, നീ വരൂ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മണ്ണിൽ നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യുകയും അതിനെ നനയ്ക്കുകയും ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആ ഒരു സെൻറ്റൻസിനോട് യോജിച്ച് വരുന്ന വരി ഏതാണ്? കൂട്ടുകാരെ നിങ്ങൾ വരൂ, നമുക്ക് കൃഷി ചെയ്യുകയും നമ്മുടെ വയലുകളെ നനയ്ക്കുകയും ചെയ്യാമെന്നാണ് അല്ലേ. അപ്പോൾ അതിലേതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? അവസാനത്തെ വരിയാണ് കേട്ടോ. വിശ്വസ്തത കൊണ്ടും സത്യസന്ധത കൊണ്ടും നമ്മുടെ ജീവിതം നല്ലതും അതുപോലെ മാധുര്യമുള്ളതായിത്തീരുന്നു. അതാണ് രണ്ടാമത്തെ വരി. ഒരു ആശയം വരുന്ന കവിതയുടെ വരി ഏതാണ്? ബിഹിൽ ഹയാത്തു തഹ്ലു വ തസ്അദു ബിഹാൽ അതാണ് കേട്ടോ. മൂന്നാമത്തെ നമ്മുടെ വയലുകളെ അല്ലാഹു നദികളിലെ വെള്ളം കൊണ്ട് സംരക്ഷിക്കുന്നു എന്നാണ്. വന്നഹ്റു ഫാലു ബി അർലിന അല്ലാഹു യർആ വതനന അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് നോക്കൂ, ഖൗലു സിദ്ഖി ഖസ്ലത്തുൻ മിനൽ ഖസായിൽ ജമീല സത്യസന്ധത നല്ലൊരു സ്വഭാവമാണ് എന്ന് പറയുന്നതാണ്. ഒന്നാമത്തെ വരിയാണ്. അസ്സിദ്ഖു ഫിൽ കലാമി മിൻ അഹ്സനിൽ ഖിസ്വാൽ എന്ന് പറയുന്നതാണ്. അസ്സിറാഅത്തു സിർറു ഹയാത്തിന വ അസ്ലു ഫറഹിന ഫരീഫു സിർറു ഹയാത്തിന വരീഫു അസ്ലു ഹനാഇന അതാണ് അവിടെ അതിനോട് യോജിച്ച വരിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് താഴെയായിട്ട് ഇങ്ങനെ 1, 2, 3, 4, 5 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഓരോ ആശയത്തിനോട് യോജിച്ച വരികൾ ഓരോന്നായിട്ട് ആദ്യം വരുന്നത് ഏതാണെന്ന് വെച്ചാൽ 1 എന്നതിൻ്റെ നേരെ അങ്ങനെ ഓരോന്നും എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. സാധാരണ നിങ്ങൾക്ക് 6 ചോദ്യങ്ങൾ തന്നുകൊണ്ട് അതിൽ 5 എണ്ണം എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അറിയാവുന്ന 5 എണ്ണം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാ ഈ വീഡിയോ ടീച്ചറിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.